എത്ര കൊണ്ടാലും പഠിക്കാത്തൊരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ. ഇപ്പോഴിതാ IMF-ൽ നിന്ന് വലിയ തുക വായ്പ കിട്ടിയിരിക്കുകയാണ്. ഏതാണ്ട് 8,000 കോടി 8,500 കോടി രൂപ എന്നൊക്കെയാണ് കണക്കുകൾ പറയുന്നത്. ഈ പണം പാകിസ്ഥാൻ എന്തിനു വേണ്ടി ചെലവഴിക്കുന്നു, എന്തൊക്കെ ചെയ്യാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ചില സൂചനകൾ പുറത്തു വന്നിരിക്കുകയാണ്. എന്താണ് സാർ ഏറ്റവും പുതിയ വിവരങ്ങൾ? പൊതുവിരുന്ന ഈ കഞ്ചാവ് കഴിക്കുന്ന ഒരാളോട് നമ്മൾ കഞ്ചാവ് കഴിക്കരുത്, കുഴപ്പമുണ്ടാക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാണൻ തന്നെ നഷ്ടപ്പെട്ടു പോകും, വിറയലുണ്ടാക്കും, വ്യക്തിത്വം നഷ്ടപ്പെട്ടു പോകും, ഭ്രാന്തായിത്തീരും, ഇത് കിട്ടാതെ വരുമ്പോൾ നിങ്ങൾ വിറയ്ക്കുകയും ഒരു കൊലപാതക ശ്രമം വരെ നടത്താനുള്ള ക്രൂരകൃത്യവും ചെയ്യാനാണ് തീരുമെന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും. ഇത് എത്ര പറഞ്ഞാലും വീണ്ടും അടുത്ത ദിവസം ഇവൻ പോയി കഞ്ചാവ് വാങ്ങിച്ച് കഴിക്കും. ഈ ശീലമുള്ളവൻ ലഹരിക്ക് അടിമയായി പോയി നിർത്താൻ പറ്റില്ല. അങ്ങനൊരു അവസ്ഥയാണ്. അവനറിയാം ഇതെല്ലാം സംഭവിക്കുമെന്ന്. പക്ഷേ അവനെ സംബന്ധിച്ചിടത്തോളം സമയമാകുമ്പോൾ അത് കിട്ടിയേ പറ്റും. അത് വിളിക്കും. ഡോപ്പമീൻസ് കിട്ടാൻ വേണ്ടിയിട്ട് അവൻ്റെ തലച്ചോറിലെ പ്രത്യേക ഒരു കോശ സമൂഹം ഇത് കൊണ്ടുപോവാ എന്നിങ്ങനെ ആവശ്യപ്പെടും. അതിനോടുള്ള ഒരു അഭിനിവേശം എന്ന് പറഞ്ഞാൽ അത്ര ശക്തമായതുകൊണ്ട് മറ്റെല്ലാത്തിനെയും തകർത്ത് അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് കൊലപാതക പരമ്പരകളിൽ തന്നെ ചിലപ്പോൾ നിൽക്കാറുള്ളത്. എന്നിരിക്കെ ഇത് തന്നെയാണ് പാകിസ്ഥാൻ്റെയും പ്രശ്നം. ആ രാഷ്ട്രം എന്തിനു വേണ്ടി ഉണ്ടാക്കി? ഹിന്ദു വിരോധത്തിൽ നിന്ന് ഉടലെടുത്തു. ആ ഹിന്ദു വിരോധം എന്ന് പറയുന്ന ഇന്ധനമാണ് പാകിസ്ഥാൻ്റെ ആകെയുള്ള സമ്പാദ്യ വിത്തറാകലും. അത് വെച്ചുകൊണ്ടാണ് ഈ രാഷ്ട്രം നിലനിൽക്കുന്നത്. അപ്പോൾ അതിനെന്ത് വേണം? നേരിട്ട് യുദ്ധം ചെയ്തു 2 തവണ നട്ടല്ലൊടിഞ്ഞു, ഇനി വയ്യ. അപ്പോൾ ഒളിയുദ്ധം, പ്രോക്സി വാർ, അതിനുപയോഗിക്കേണ്ടതാരാ? പട്ടാളക്കാരെ നേരിട്ട് ഉപയോഗിക്കാൻ പറ്റും. റാങ്കും ഷീൽഡും ഒക്കെയുള്ള ബാഡ്യം വെച്ചിട്ട് അതിനവർ പട്ടാളക്കാർ ചിലർക്ക് പരിശീലനം കൊടുത്ത് വിടുന്നു. അവരുടെ പേരാണ് തീവ്രവാദികൾ. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പൊന്നോമനകളാണ്, അവിടുത്തെ സിവിലിയൻസാണ്. ഇപ്പോഴും അവരുടെ കോട്ടകളാണ് നമ്മൾ തകർത്തത്. പാകിസ്ഥാൻ അത് വലിയ വിധത്തിലുള്ള ഞെട്ടലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്കിലും പിന്നെയും പൂക്കുന്ന കാടേന്നൊക്കെ പറയുന്ന പോലെ അവരുടെ ഈ പ്രലോഭനം വലുതാണ്. കുറേ ഹിന്ദുക്കളെ അങ്ങ് കൊല്ലണം എന്നുള്ളതാണ്, ആ കൊലപാതക പരമ്പര നടത്തണം എന്നുള്ള ഒരു വാസന അവരിലിങ്ങനെ ചിലർക്ക് മൃത്യുവാഞ്ച ഉള്ളതുപോലെ ഇത് ഹത്യാവാഞ്ച എന്ന് പറയുന്ന ഒരു സിൻഡ്രോമിൽ ബാധിച്ചിരിക്കുന്ന രാജ്യമാണ്. ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ കൊണ്ടുവരണം, ഇല്ലെങ്കിൽ അവർക്ക് വല്ലാത്ത അന്തർക്ഷോഭമാണ്. അതിൻ്റെ ഒരു പ്രോഡക്റ്റാണ് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം തന്നെ. എല്ലാവിധമായിട്ടുള്ള നെഗറ്റീവ് ശക്തികളെയും ചിത്രശക്തികളെയും ഇരുട്ടിൻ്റെ ശക്തികളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അവർ വീണ്ടും വരും. ഇത്രയും കാലം ഇത്തരത്തിലുള്ള അങ്ങ് പറഞ്ഞ ഇരുട്ടിൻ്റെ ശക്തികളെ കൂട്ടുപിടിച്ച് അവർ നിലംപരിശായി, സാമ്പത്തികമായി തകർന്നു. വലിയ കടക്കണിയിലാണ് ആ രാഷ്ട്രം. ഭക്ഷണമില്ല, മരുന്നില്ല, വെള്ളമില്ല, വെളിച്ചമില്ല. ഇതാണ് അവിടുത്തെ അവസ്ഥ. അങ്ങനെ ഉള്ളപ്പോഴാണ് വീണ്ടും വലിയ തുക അവർ കടമെടുത്തിരിക്കുന്നത്. ഈ 8,500 കോടി. ഈ 8,500 കോടി രൂപ കടമെടുത്തിട്ട് അവർ അവരുടെ രാഷ്ട്രത്തിൻ്റെ പുനർനിർമ്മാണത്തിന് അത് ഉപയോഗിക്കുമോ, അതോ വീണ്ടും ഇന്ത്യക്കെതിരെ ഈ ഒളിയുദ്ധം, നിഴൽ യുദ്ധം നടത്താൻ അത് ഉപയോഗിക്കുമോ? എൻ്റെ പ്രശാന്തേ, പുനർനിർമ്മാണം വേണം, വികസനം വേണം, നമുക്ക് സമാധാനമായിട്ട് ജീവിക്കണമെന്നൊക്കെ വിശ്വസിക്കുന്ന നോർമലായിട്ടുള്ള മനുഷ്യർക്ക് ഇതിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ. ഇറ്റ്സ് നോട്ട് എ നോർമൽ നേഷൻ, ഇറ്റ്സ് എൻ അബ്നോർമൽ നേഷൻ. എല്ലാ നോർമാലിറ്റിയും എന്നോ നഷ്ടപ്പെട്ട ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ. വിഭജനവാദം മതത്തിൻ്റെ പേരിൽ മതഭ്രാന്തന്മാരെല്ലാം കൂടി തട്ടിയെടുക്കുമ്പോൾ അവർക്ക് ഈ നോർമാലിറ്റി ഇല്ലായിരുന്നു. അവരുടെ നോർമാലിറ്റി എന്ന് പറയുന്നത് ഇതാണ്. ഈ ഭീകരവാദമാണ് അവരുടെ നോർമാലിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ അതവർ ചെയ്ത് ലോകത്തിന്റെ നോർമാലിറ്റി അവർക്ക് അബ്നോർമാലിറ്റി, ലോകത്തിന്റെ അബ്നോർമാലിറ്റി അവർക്ക് നോർമാലിറ്റി. അത് തന്നെ ഷേക്സ്പിയറുടെ മക്ബത്ത് കൃതിയിലെ വിച്ചസ് എന്ന് പറയുന്ന ദുർമന്ത്രവാദിനികൾ പറയുന്നത്, റൈറ്റ് ഈസ് റോങ്, റോങ് ഈസ് റൈറ്റ് എന്ന് പറയുന്നത്. ശരി തെറ്റാണ്, തെറ്റ് ശരിയാണ്. അവരെ സംബന്ധിച്ചോളം നമ്മുടെ തെറ്റുകളാണ് അവരുടെ ശരി, അവരുടെ ശരിയാണ് നമ്മുടെ തെറ്റ് എന്ന് പറയുന്ന പോലെ ഒരു രാഷ്ട്രമാണ്, ഒരു മന്ത്രവാദിനി രാഷ്ട്രമാണ് പാകിസ്ഥാൻ. എവിടെ ആർക്കാ സംശയമുള്ളത്? എല്ലാവർക്കും അറിയാം ഇത്. പിന്നെ ഇന്ത്യക്കെതിരെയല്ലേ വരുന്നുള്ളൂ. അപ്പോൾ ഈ കിട്ടിയ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടിയ IMF-ന്റെ ഫണ്ട് എന്തിനായിരിക്കും സാർ അവർ ഉപയോഗിക്കുക? സംശയം എന്താ? രാജ്നാഥ് സിംഗ് അന്നേ പറഞ്ഞു കഴിഞ്ഞു, ഇന്ത്യ നേരത്തെ സൂചിപ്പിച്ചു, ഇത് ഭീകരവാദി പ്രവർത്തനങ്ങൾക്കുള്ള ഇൻഫ്രാസ്ട്രക്ചർ എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ തെളിഞ്ഞ് ഇൻഫ്രാസ്ട്രക്ചർ അല്ല, സ്ട്രക്ചർ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക.
നോക്കൂ, ഏതാണ് പറയാൻ ഞാൻ. അതായത് അവിടുത്തെ നമ്മൾ ആദ്യം തകർത്തതിലൊന്നായിരുന്നു ബഹാവൽപൂരും, അതുപോലെ തന്നെ മുറിത്കെ കാണ്ട് ലൈവായിട്ട് ഭീകരവാദത്തിൽ ഏർപ്പെട്ട ആൾക്കാരെ നമ്മൾ കൊന്നത് ഇന്ത്യയുടെ അഭിമാന നേട്ടമാണ്. ആ മുറിത്കെ താവളമാണ് പുനർനിർമ്മിച്ച് നൽകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അവിടെയാണ് ഒരു മർക്കസ് എന്ന് പറഞ്ഞ. അതെ, അവരുടെ പേര് മർക്കസ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന അവരുടെ. അത് മാത്രമല്ല, അല്ലാത്ത ലഷ്കർ ഇ തോയ്ബയുടെ ഒക്കെ ജെയ്ഷെ മുഹമ്മദിന്റെ ഒക്കെ ആൾക്കാരെ ട്രെയിൻ ചെയ്തെടുക്കുന്ന ഏകോദര സഹോദരങ്ങളാണ്. പല പേരുകളല്ലേ ഉള്ളൂ, എല്ലാം തീവ്രവാദികളെല്ലാം ഒന്ന് തന്നെ. അതെ, അവരെ കൊച്ചുനാൾ തൊട്ടേ ട്രെയിൻ ചെയ്തെടുക്കുന്ന അവരുടെ ഭക്ഷണം എന്ന് പറയുന്നത് ഇന്ത്യ. ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീരസ്വർഗത്തിലേക്ക് പോകാം എന്നുള്ള ഹൂറികളെയൊക്കെ കാണാം. അതിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഇവരങ്ങ് പോവുക, നിന്ന് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവർക്ക് എത്രയും വേഗം ഹൂറികളെ കാണണം. പക്ഷേ എനിക്ക് തോന്നുന്ന ഭീരുക്കളാണെന്ന് തോന്നുന്നു ഇന്ത്യയിൽ വന്ന പഹൽഗാമിൽ വന്ന ഭീകരർ. അവർക്ക് കുറച്ചു കാലം കൂടെ ജീവിച്ചിരിക്കണമെന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവിടെ ഒളിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ നേരെ സ്വർഗത്തിൽ അങ്ങ് പോയാൽ പോരോ, ഡയറക്റ്റ് ഫ്ലൈറ്റ് അല്ലേ അങ്ങ്. അത് പോയിട്ടില്ല. എന്തായാലും ആ സ്ഥാനം പുനർനിർമ്മിച്ച് നൽകുക. അപ്പോൾ അതിന് തന്നെ ഈ പറഞ്ഞ 8,000 കോടി രൂപയാവും. ആ സംഭവം വലിയ കെട്ടിടമാണ്, കണ്ടില്ലേ? വലിയൊരു ക്യാമ്പസ് പോലുള്ള സംഭവത്തിലാണ് ഈ ട്രെയിൻ ചെയ്തത്. അതാണ് ഇന്ത്യൻ സേന വലിയ സർവകലാശാല പോലെ ഉണ്ട്. അതാണ് ഒരൊറ്റ മിസൈൽ ഉപയോഗിച്ച് നമ്മൾ തകർത്ത് തരിപ്പണമാക്കി നിലം പരിശാക്കി കളഞ്ഞത്. മണ്ണിനോട് ചേർക്കും. അതാണ് മോഡി പറഞ്ഞത്. മിട്ടി എന്ന് പറഞ്ഞാൽ മണ്ണാണ്. മണ്ണിനോട് ചേർത്തു ഭീകരന്മാർ. അപ്പോൾ ഇനി പുനഃസ്ഥാപിക്കുക. അവിടെ കുറേ പേരെ വീണ്ടും ഇനി ട്രെയിൻ ചെയ്തെടുത്താൽ മതിയല്ലോ. അവർക്ക് അത്രയേ ഉള്ളൂ. അല്ലാതെ ആഹാരം വേണം, വെള്ളം വേണം, ഇതൊന്നും താല്പര്യമില്ല. വെള്ളം കൂടി മുട്ടിച്ചിരിക്കുക. നല്ല വിദ്യാഭ്യാസം വേണം, ഒന്നുമില്ല. അവർക്ക് അവിടെ പോയിട്ട് തേനും പാലും ഒക്കെ ഒഴുകുന്ന നദിയില്ലേ, അവിടുന്ന് കുറച്ച് വെള്ളം മുക്കി കുടിച്ചാൽ മതിയല്ലോ. ഏതാണ് ഇവിടെ സിന്ധുവിലെ വെള്ളം ആർക്ക് വേണം എന്നും പറഞ്ഞ് മുന്നോട്ട് പോകുന്ന അത് ഭ്രാന്ത് ബാധിച്ച ഒരു മതഭ്രാന്ത് ബാധിച്ച ഒരു ജനസമൂഹമാണ് അവിടെ ഉള്ളത്. അവരെ പരിപോഷിപ്പിക്കാനും അവർക്ക് ക്യാറ്റർ ചെയ്യാനും അവരെ പ്രചോദിപ്പിക്കാനും ആവേശം കൊള്ളിക്കാനും വേണ്ടിയാണ് അവിടുത്തെ ഭരണകൂടം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഈ വേൾഡ് ബാങ്കിൻ്റെ പണം എടുത്തിട്ട് എന്താ അവർ ചെയ്യുന്നത്? കൃഷിക്ക് ഇനി വെള്ളം കിട്ടുമോ? കൃഷി ചെയ്താൽ തന്നെ വെള്ളം കിട്ടുമോ? എന്ത് വ്യവസായമാണ് പാകിസ്ഥാനിലുള്ളത്? എല്ലാവരും അബുദാബിയിലും മധ്യ ഏഷ്യയിലും ഒക്കെ പോയി ജോലി ചെയ്ത് ജീവിക്കുകയല്ലേ. അത് കൂലിപ്പണി ചെയ്തിട്ട് ജീവിക്കുക, ലേബർ ചെയ്ത് ജീവിക്കുകയല്ലേ. അല്ല ഏതെങ്കിലും ഒരു വ്യവസായം അവിടെ വളർന്നു വന്നിട്ടുണ്ടോ? അദാനിയുടേതുപോലൊരു വ്യവസായം, അംബാനിയുടേതുപോലൊരു വ്യവസായം, ടാറ്റയുടേതുപോലെ, ബിർളയുടേതുപോലെ. പാകിസ്ഥാനിലേക്ക് മുസ്ലിമായ അസീം പ്രേംജി പോലും ഇന്ത്യയിലാണ്. അങ്ങനെ എത്രയോ പേര് ഇവിടെ സുഖമായിട്ട് ന്യൂസ്ലി പാടിയ ഇന്ത്യയിലാണ് വ്യവസായം ബോംബെ ഡൈ സ്ഥാപിച്ച് വിജയിപ്പിച്ചത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അതിലുള്ള മണ്ണല്ല, അത് ഭീകരവാദം വളർത്താനുള്ള മണ്ണാണത്. ഭൂമിയിലെ നരകം, ചെകുത്താൻ്റെ ഭൂമി. ചെകുത്താന്മാരാണ് ഈ ഭീകരന്മാരെന്ന് പറയുന്നത്. ഭൂമിയിലെ നരകം കാണുമെങ്കിൽ നിങ്ങൾ പാകിസ്ഥാനിൽ പോയാൽ മതി. ഇപ്പം ആ നരകത്തിലേക്കാണ് ഇന്ത്യ ആക്രമണം നടത്തിയത്. അതിനെ സ്വർഗരാജ്യമാക്കാമെന്നുള്ള നമ്മുടെ വിശ്വാസം പോയി. ഇതുപോലെ തന്നെയാണ് പാലസ്തീൻകാരും. അവർക്ക് വികസനം വേണ്ട, തൊഴിൽ വേണ്ട, ഒന്നും വേണ്ട. കിട്ടുന്ന പണം ഉപയോഗിച്ച് ബങ്കറുകൾ നിർമ്മിക്കുകയും ഇസ്രായേലിനെ ആയുധങ്ങൾ വാങ്ങുകയും. അവരുടെ ലക്ഷ്യം ഇസ്രായേലിനെ തകർന്ന് നശിപ്പിക്കുക എന്നുള്ളതാണ്. മറ്റു രാജ്യങ്ങൾ ആദ്യം കൂടിയിരുന്നു, ഇപ്പോൾ എല്ലാവരും വിട്ട് അവരുടെ പാട്ടിന് പോയി. സത്യം തിരിച്ചറിഞ്ഞു. അതുപോലെ മറ്റു രാജ്യങ്ങൾ ഈ പാകിസ്ഥാനെ സഹായിക്കുന്നത് നിർത്തലാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ അതിൻ്റെ ലോബിയിങ്ങുമായിട്ട് ഉന്നതതല സംഘവുമായിട്ട് വിജയശ്രീ ലാളിതരായിട്ട് മുന്നോട്ട് പോകുന്നത്.